ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീട്ടമ്മമാർക്കും തുടക്കക്കാർക്കും ഒരുപോലെ എളുപ്പത്തിൽ ടെറസിലോ മുറ്റത്തോ ചെയ്യാൻ പറ്റിയ പാവക്ക കൃഷിയുടെ A to Z കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വിത്ത് പാകുന്നത് മുതൽ വിളവെടുപ്പ് വരെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. വിത്ത് തിരഞ്ഞെടുപ്പും പാകലും. നല്ല വിളവ് തരുന്ന പ്രീതി, പ്രിയ, അനുഷ്ക തുടങ്ങിയ മികച്ച ഇനങ്ങളെക്കുറിച്ച് പറയാം. ഞാനിവിടെ നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ നല്ല പാകമായ പഴുത്ത പാവക്ക എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വിത്തെടുത്തിട്ടാണ് പാകുന്നത്. പോട്ടി മിക്സായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി തുല്യ അളവിലെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിത്ത് നേരിട്ട് തന്നെ പാകി കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു 5-8 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ പാകി കൊടുക്കുകയാണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മുളച്ച് വരും. അപ്പോൾ ഞാനിവിടെ ഇത് നേരിട്ട് തന്നെ പാകി കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ വെള്ളം തളിച്ച് വെച്ച് കൊടുത്തു. ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തും മുള വന്നിട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഒരു 5-6 ഇല പരുവമാവുമ്പോൾ നമുക്കിതിനെ ഗ്രോ ബാഗിലോട്ട് മാറ്റി നടാം. വിത്ത് പാകിപ്പോൾ 4-5 ഇലകളൊക്കെ വന്നു തുടങ്ങി. അല്ലെങ്കിൽ 15 ദിവസം പ്രായമാകുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ തൈകളൊക്കെ മാറ്റി നടാവുന്നതാണ്. അതിന് മുമ്പ് നമ്മൾ ഗ്രോ ബാഗ് ഒരുക്കി വെക്കണം. ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ നല്ലതുപോലെ സുഷിരങ്ങളിട്ട ബാഗിൽ മേൽമണ്ണ്, കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി, അല്പം വേപ്പിൻ പിണ്ണാക്ക്, കുമ്മായം, മണ്ണിൻ്റെ പുളിപ്പ് മാറ്റാൻ എന്നിവ ചേർത്ത മിശ്രിതം തയ്യാറാക്കാം. അപ്പോൾ ഇത് ഞാൻ ചെറിയ ചെറിയ പോട്ടുകളിലൊക്കെ മുളപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാൻ നടാനായിട്ട് വൈകിയത് കൊണ്ട് തന്നെ ഇതൊക്കെ വള്ളി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്രോ ബാഗിൽ ഇതുപോലുള്ള പഴയ ബക്കറ്റിലൊക്കെയാണ് ഞാൻ ഈ പാവക്കയുടെ തൈകൾ നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 3/4 ഭാഗത്തോളം ഇതിൽ ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണിട്ടത്. എന്നിട്ട് 12 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പൊട്ടി മിക്സാണിത്. ഇനി നമുക്ക് ഇതിലോട്ട് തൈകൾ നട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബക്കറ്റ് ആയതുകൊണ്ട് തന്നെ പാവക്കയുടെ വേരുകൾക്ക് ഓടാനൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ ഒന്നും കൂടി ഞാൻ ഇളക്കിയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഓരോ ഗ്രോ ബാഗിലായാലും ബക്കറ്റിലായാലും ഓരോ തൈ വെച്ച് നട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ തൈകളൊക്കെ നട്ട് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് ഈ കവറിൽ നിന്ന് വേരൊന്നും പൊട്ടിപ്പോകാതെ മെല്ലെ അതിനെ ഒന്ന് പൊന്തിച്ച് എടുക്കാം. വേരൊന്നും പൊട്ടിപ്പോകാതെ മെല്ലെ നമുക്ക് പതുക്കെ തട്ടിക്കൊടുത്ത് എടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, വേരൊന്നും പൊട്ടിപ്പോയിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ 2 വിത്താണ് കേട്ടോ മുളച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ 2ഉം കൂടെ തന്നെ അതിലോട്ട് നട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ ബക്കറ്റാണല്ലോ. അപ്പോൾ ഇതാ 2ഉം കൂടെ നട്ട് കൊടുത്തു. അപ്പോൾ ഇത് വള്ളിയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കി 2എണ്ണം കൂടെ നടാനുണ്ട്. അത് ഞാൻ ഈ ഒരു ഗ്രോ ബാഗിലും അതുപോലെ വേറൊരു ഗ്രോ ബാഗിലായിട്ടോ നട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് നട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ വളമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചാണ് നമുക്ക് നനച്ച് കൊടുക്കുക. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലാണ് തൈകൾ നട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലത്. ഇങ്ങനെ നട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ കമ്പൊക്കെ കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പന്തലിലോട്ട് വളർന്നു വന്നോളും. അപ്പം ഞാനിതാ അതിൻ്റെ കൂടെ തന്നെ ഓരോ കമ്പ് കുത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ വള്ളി അതിലോട്ട് കെട്ടിക്കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പന്തലൊരുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് ഇത് വള്ളി വെച്ച് തുടങ്ങുന്ന ഒരു ചെടിയാണല്ലോ. അപ്പോൾ നമ്മൾ അതിന് പന്തലൊരുക്കി കൊടുക്കണം. അതാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 കമ്പുകൾ ഒരു ബക്കറ്റിൽ ഗ്രോ ബാഗിലൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്തും ഈ ഒരു രീതിയിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ ടെറസിലാണല്ലോ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലളിതമായ രീതിയിൽ ഞാൻ ചെറിയൊരു പന്തലാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, 2 ഭാഗത്ത് 2 കമ്പൊക്കെ വെച്ച് കൊടുത്ത് ഈ കാലിലോട്ട് കണ്ടോ ഈ വള്ളിയൊക്കെ പടർന്ന് കയറി തുടങ്ങി. പാവക്ക പടർന്നു വളരുന്ന സസ്യമായതുകൊണ്ട് തൈ നട്ട് 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ പന്തലൊരുക്കി കൊടുക്കണം. ടെറസിലാണെങ്കിൽ ഇതുപോലുള്ള ലളിതമായ രീതിയിൽ പന്തലൊരുക്കുക. അപ്പം ഞാൻ ഇതുപോലെ പട്ടിക കഷ്ണങ്ങളൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ.
നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ പന്തലൊക്കെ ഒരുക്കി കൊടുക്കുക. അപ്പോൾ അവർ വേഗം വേഗം പന്തലിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളപ്രയോഗമാണ്. പാവയ്ക്കൊക്കെ കൃത്യമായ ഇടവേളകളിൽ ജൈവവളങ്ങൾ നൽകുന്നത് വിളവ് കൂട്ടും. നട്ട് ഒരാഴ്ച കഴിഞ്ഞ് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ ആദ്യമുണ്ടായ ഇലകളുണ്ടല്ലോ, അതിൻ്റെ അടിയിലായിട്ടുള്ള ആദ്യമുണ്ടായ ഈ ഇലകളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. വേരൊന്നും പൊട്ടിപ്പോവാതെ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴി വളമോ എന്താ നമ്മുടെ കയ്യിലുള്ള വളം എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ കുറച്ച് ചാരവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിനോട് തണ്ടിനോട് ചേർന്നിട്ട് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് ദൂരെയായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ വളം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ സാധാ പൊട്ടി മിക്സാണ് കേട്ടോ. അത് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത പൊട്ടി മിക്സ് ഞാനിവിടെ എടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഓരോ വളർച്ചാ ഘട്ടത്തിലും എന്തെങ്കിലുമൊക്കെ ജൈവവളങ്ങൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല കരുത്തോടെ വളർന്നു വരികയും പെട്ടെന്ന് പൂക്കളുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ പുതയിട്ട് കൊടുക്കുകയാണ്. മഴ ഇല്ലാത്ത സമയത്താണ് കേട്ടോ ഞാൻ ഈ തൈകളൊക്കെ ഇങ്ങനെ നട്ട് കൊടുത്തത്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വെള്ളം വാർന്നു പോകാനുള്ള ഹോളൊക്കെ നിർബന്ധമായി ഇട്ട് കൊടുക്കണം. വെള്ളം വാർന്നു പോവാഞ്ഞാൽ പെട്ടെന്ന് ചെടി ചീഞ്ഞു പോവും. ഇപ്പോൾ അതാ നമ്മുടെ ചെടികളൊക്കെ കണ്ടോ, നല്ല ഉഷാറായിട്ട് വന്ന് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പാവക്കാച്ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ ഉള്ളിത്തൊലി, അതുപോലെ മുട്ടത്തോട്, പഴത്തൊലി എന്നിവ ഉണക്കിപ്പൊടിച്ച മിശ്രിതം ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് പൂക്കൾ നിറയെ ഉണ്ടാകാനും കായ കൂടുതൽ പിടിക്കാനും സഹായിക്കും. ഇപ്പോൾ ഇതിൽ നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ശിഖരങ്ങളൊക്കെ വരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തലഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാലുള്ളൊരു ഗുണം, ഇതിൻ്റെ ചുറ്റുഭാഗത്ത് നിന്നും ഒരുപാട് ശാഖകൾ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായകളും ഉണ്ടാവുന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഈ തലഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടോ. ഈ ഒരു സമയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. കായ്ച്ചകളുടെ ശല്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടോ നല്ലപോലെ പൊതിഞ്ഞ് വെക്കുക. എന്നാൽ കായ്ച്ചകളുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ ഇതിനെ രക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരുപാട് പൂക്കളും കായ്കളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ഈ ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി പാവയ്ക്ക് മാത്രമല്ല, മുളകിന്, തക്കാളിക്ക്, വഴുതനയ്ക്ക് എല്ലാ ചെടികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഒഴിച്ച് കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ. അത് നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാകാൻ ഒത്തിരി നല്ലതാണ് ഈ പുളിപ്പിച്ച വളങ്ങൾ. ഇപ്പോൾ മഴയൊക്കെ ഉള്ള സമയത്ത് ഇത് കൊടുക്കണ്ട, മഴ ഇല്ലാത്ത സമയത്ത് വേണം ഇത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കായ്ച്ചക്കണിയോ അല്ലെങ്കിൽ ഫിറമോൺ കെണികളോ ഒക്കെ വെച്ച് നമ്മൾ ഈ കായ്ച്ചകളൊക്കെ പിടിക്കാം. ഞാനിവിടെ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് ഇതുപോലെ കെട്ടിക്കൊടുക്കാറാണ് ചെയ്യാറ്. അതുപോലെ മറ്റു കീടങ്ങൾ, ഇലപ്പേന്, വെള്ളീച്ച, ഇതിന് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അല്ലെങ്കിൽ സോപ്പ് ലായനി ആഴ്ചയിലൊരിക്കൽ വൈകുന്നേരങ്ങളിൽ തളിച്ചു കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ പാവക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കായ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഓരോ 10 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് ലായനി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വാട്ടരോഗത്തിൽ നിന്നും ചെടിയെ രക്ഷിക്കാൻ ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇതിലൊക്കെ ഇഷ്ടം പോലെ പൂക്കളും കായകളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്.
വിത്ത് നട്ട് ഏകദേശം ഒരു 55-60 ദിവസത്തിനുള്ളിൽ ആദ്യ വിളവെടുപ്പ് നടത്താം. പാവക്ക അമിതമായി മൂത്ത് പോകുന്നതിന് മുമ്പ് നല്ല പച്ച നിറമുള്ളപ്പോൾ തന്നെ ഞെട്ടോടുകൂടി അതിനെ മുറിച്ചെടുക്കുക. ഇത് കണ്ടോ, 2 തരം പാവക്കയാണ് ഇതിൽ കായ്ച്ചിട്ടുള്ളത്. നീളമുള്ള പാവക്കയും നീളം ഇല്ലാത്ത പാവക്കയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വിളവെടുക്കാം. അതൊക്കെ ഞാൻ കവറിൻ്റെ ഉള്ളിൽ വെച്ചതാണ്. അപ്പോൾ ഇതൊന്നും ആയിട്ടില്ല, ആയതൊക്കെ നമുക്ക് വിളവെടുക്കാം. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാം. ഈ ഒരു പന്തലിൽ തന്നെ പടവലവും പാവല് അതുപോലെ ചുരക്ക എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വിളവെടുത്താണ് ഇത്. വെണ്ട, കമ്പം, പാവക്ക ഒക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് അന്നാന്ന് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.